ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ മിഅ്റാജ് ദിനം വളരെ പവിത്രമായ, നമ്മളെല്ലാവരും വർഷം തോറും അനുസ്മരിക്കുന്ന ഒരു ദിനമാണ് മിഅ്റാജ് ദിനം. നമുക്കറിയാമല്ലോ, നമ്മളെല്ലാവരും നിത്യേന അനുഷ്ഠിക്കുന്ന 5 വക്ത് നിസ്കാരം അത് നിർബന്ധമായ ദിനമാണ് മിഅ്റാജ് ദിനം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ മിഅ്റാജ് ദിനത്തിൽ, അതായത് റജബ് 27 അന്ന് നോമ്പ് നോൽക്കൽ സുന്നത്താണ്. ഷാഫി മദ്ഹബിലെ പ്രമുഖ ഗ്രന്ഥമായ ഹാഷിയത്തു ജമലിലും അതുപോലെ തന്നെ നമ്മൾ കോതി പഠിക്കുന്ന ഫത്തുഹുൽ മുഈൻ്റെ വ്യാഖ്യാനമായ ഇആനത്തു ത്വാലിബീനിലും മറ്റുള്ള ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ റജബ് 27 അന്ന് നോമ്പ് നോൽക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യായിലും ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ഗുനിയത്തുൽ ത്വാലിബീൻ എന്ന ഗ്രന്ഥത്തിലൊക്കെ ഇതിൻ്റെ ശ്രേഷ്ഠത വിവരിച്ചത് കാണാൻ കഴിയും. റജബ് 27 അന്ന് നോമ്പ് നോൽക്കുന്ന ആളുകൾക്ക് 60 വർഷത്തെ ഇബാദത്തെടുത്ത് പ്രതിഫലം അവന് കിട്ടുമെന്നെല്ലാം ഈ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യയിലും ഗുനിയത്തു ത്വാലിബിൽ ഷെയ്ഖ് ജീലാനി തങ്ങളൊക്കെ എഴുതി വച്ചത് കാണാൻ കഴിയും. ഈ പവിത്രമായ ശ്രേഷ്ഠമായ ദിവസത്തിൽ നോമ്പ് കഴിവിൻ്റെ പരമാവധി നോൽക്കൽ നമ്മൾ ശ്രമിക്കണം. അത്തരം ദിവസങ്ങളിൽ ആ ദിവസം നോമ്പ് നോൽക്കൽ സുന്നത്താണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക.